ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുറുമക്കറിയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിന്ന് ചിക്കൻ കുറുമയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കോക്കനട്ട് ഓയിൽ കുക്കറിക്ക് ആഡ് ചെയ്തിട്ട് നമ്മുടെ സ്പൈസസ് ആഡ് ചെയ്തു. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും അതുപോലെ സബോള ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അളവിനനുസരിച്ച് ഇതെല്ലാം ആഡ് ചെയ്യുക. അതിനുശേഷം ഞാൻ ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാനിവിടെ പൊട്ടാറ്റോ അതുപോലെ ക്യാരറ്റും മാത്രമാണ് കേട്ടോ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ബീൻസ് അതുപോലെ കോളിഫ്ലവർ അതുപോലെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാം. ഞാനിവിടെ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ. അതിന് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ചിക്കൻ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ബീഫ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നോൺ വെജ് ഒഴിവാക്കി വെജിറ്റബിൾ കുറുമയാക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ നമ്മുടെ കോക്കനട്ട് പൗഡർ കുറച്ചെടുത്ത് വെള്ളത്തിൽ കലക്കിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നാളികേര പാൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഒരു തുണ്ട് മാത്രമാണ് കേട്ടോ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ദെൻ നമ്മൾ ഗ്രീൻ ബീൻസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ബീൻസാണ്. അപ്പം ഞാൻ 2 വിസിലടിച്ച് തുറന്നു. ഇനി ഇതിൽ നിന്ന് കുറച്ച് പൊട്ടാറ്റോ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ കുറച്ച് കോക്കനട്ട് പൗഡർ അതുപോലെ കാഷ്യൂ കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ പേസ്റ്റാക്കി എടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് പൗഡർ ഇല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്യാം, തേങ്ങാപ്പാൽ. അല്ലെങ്കിൽ ഇതുപോലെ പൊട്ടാറ്റോയിൽ കാഷ്യൂ ആഡ് ചെയ്ത് കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ അടിച്ചാൽ ഇങ്ങനെ ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പൊട്ടാറ്റോ എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കറിയെല്ലാം സെറ്റ് ചെയ്തു. ലാസ്റ്റ് കുറച്ച് പെപ്പർ പൗഡറും അതുപോലെ സോൾട്ടും ആഡ് ചെയ്തു കേട്ടോ. ഞാൻ കുറച്ച് കുറവായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയില ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി കുറുമക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളയപ്പത്തിൻ്റെ ഒപ്പമൊക്കെ സൂപ്പറാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്, ബൈ ബൈ.